നല്ല പേടിച്ചു. സ്വന്തം റിസ്കിൽ വന്ന് കാണാം, പകുതി കാണാൻ പറ്റില്ല കണ്ണടച്ചിരുന്നത്. 2 കൊല്ലം കാത്തിരുന്ന പ്രണവിന്റെ ഒരു പടം കാണുന്നവർക്ക് എന്തായാലും തിയേറ്ററിൽ കാണാം. അത്രക്ക് അടിപൊളി പടം. തിയേറ്ററിൽ തന്നെ തിയേറ്റർ അല്ല, ഇത്രയും അടിപൊളിയായിട്ട് ആള് അഭിനയിക്കുന്നു മനസ്സിലായില്ല. സൂപ്പറായിട്ട് അടിപൊളി. നല്ല പേടിച്ചു. പ്രണവ് ഞെട്ടിച്ച അഭിനയം, നല്ല അഭിനയം. പക്ഷെ ഇതേപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല കേട്ടോ മുമ്പ്. വെറൈറ്റിയാണ്. പണിയറിയാം. അടിപൊളിയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണോ? ഭൂതകാലം മിസ്സായില്ലേ തിയേറ്ററിൽ? അതിന് പകരമായിട്ട് പ്രണവ് ഞെട്ടിച്ച ഞെട്ടിച്ചു ചോദിക്കാം. പ്രണവല്ല മെയിനായിട്ട് പടത്തിന്റെ മേക്കിംഗ് എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട്? മൂത്ര വെച്ച് എത്ര കുപ്പി വെള്ളമാണ്? നമ്മുടെ പ്രണവിന്റെ അഭിനയം ഇതുവരെ പ്രണവ് ചെയ്ത ക്യാരക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഇത് വീക്കാണ്. മ്യൂസിക് ശരിക്കും പേടിപ്പെടുത്തുന്ന ഒരു രീതിക്കുള്ള ഒരു മ്യൂസിക്കാണ്. ഈ കുട്ടികളായിട്ടൊക്കെ ഒന്ന് കാണാൻ പറ്റും, കുട്ടികളായിട്ടൊന്നും കാണാൻ പറ്റില്ല. ഇതൊരു ഇതിപ്പോ എനിക്ക് ശരിക്കും പേടിയായിരുന്നു. അറിയാലോ, പിള്ളേരുടെ കാര്യം പറയാനുള്ള കാര്യമില്ലല്ലോ. ഉള്ളവരോടൊക്കെ എന്താ പറയുക? കാണാനുള്ളവരോട് സ്വന്തം റിസ്കിൽ വന്ന് കാണാം, പകുതി കാണാൻ പറ്റില്ല കണ്ണടച്ചിരുന്നത്. ചരടി ചപ്പിച്ച് അമ്പലം. എനിക്ക് പ്രമേയമല്ല, മറ്റേ ഭൂതകാലം പരിപാടിയാണ്. പ്രമേയം വേറൊരു ട്രീറ്റ്മെന്റ് ആണല്ലോ. പ്രമേയമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഭൂതകാലമായിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. ഭൂതകാലം ഉള്ള അടിപൊളിയാണ്. എനിക്കിത് പിന്നെ അഭിനേതാക്കളുടെ പേരിലല്ല, ഇതൊരു രാഹുൽ സദാശിവൻ സംഭവമായിട്ട് തന്നെ അടയാളപ്പെടുത്തുന്ന ഒരു പടമാണ്. ഇതിലാണ് ഈ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ കുറിച്ച് പറയുമ്പോഴേ കൂടുതൽ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കിൻ്റെ പരിപാടിയൊക്കെയാണ്. ആ കാറ്റ് വീശുന്ന പരിപാടിയൊക്കെ നൈസാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. എക്സ്പീരിയൻസ് ചെയ്യാം. നല്ല സിനിമ എന്നതിനപ്പുറത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കൊള്ളം, പരിപാടി കൊള്ളം. ഒരു രക്ഷയില്ലാത്ത അഭിനയിക്കണേ. പ്രണവ് ശരിക്കും ഒരു അഭിനയിക്കാന്നൊക്കെ തോന്നുന്നില്ല. എന്തായാലും 2 കൊല്ലം കാത്തിരുന്ന പ്രണവിന്റെ ഒരു പടം കാണുന്നവർക്ക് എന്തായാലും തിയേറ്ററിൽ കാണാം. അത്രക്ക് അടിപൊളി പടം. ഇനി ഒരുപാട് വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ മൂവി എന്തായാലും ഭയങ്കര. അതേപോലെ തന്നെ പ്രണവ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്ത് തോന്നുന്നുണ്ടോ? മറ്റു പടങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാനൊന്നും ഉണ്ടായില്ല. ഫുൾ പുള്ളി ആ പടത്തിനെ ടേക്ക് ചെയ്തത്. കാരണം ഡയറക്ഷനും എല്ലാം കൂടി നോക്കുമ്പോൾ ഇതൊരു ഫിലിം എക്സ്പീരിയൻസ് അല്ല, ഒരു കംപ്ലീറ്റ് ഒരു ഇവന്റ് നമ്മളെങ്ങനെ നേരിട്ട് കാണുന്നു ആ ഒരു ഫീലായിരുന്നു. കാരണം അങ്ങനെയാണല്ലോ, അങ്ങനെ വേണമല്ലോ. ആക്ടിങ് ആയിട്ടോ അങ്ങനെയൊന്നും ചെയ്യാനൊന്നും ഉണ്ടായില്ല. ഒരു പെർഫോമൻസ് ആയിരുന്നു അത് പടത്തിൻ്റെ ക്വാളിറ്റി, സൗണ്ട്, എല്ലാ ടീമും കൂടി വെച്ച് നോക്കുമ്പോൾ നമുക്ക് രാഹുലിൻ്റെ പടങ്ങൾ നേരത്തെ എടുത്ത് നോക്കിയാൽ അറിയാതെ ആ ഒരു ക്ലാസ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതും നല്ലൊരു തീരുമാനമാണ് രാത്രി. പിന്നെ ഈ സ്പോയിലേഴ്സൊക്കെ വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കാണാൻ പറ്റിയതിൽ അതും വലിയ, കാരണം സ്പോയിലേഴ്സ് വന്നാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇതൊരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ തന്നെ കാണുന്നത്. അത് തന്നെ, തിയേറ്റർ ഈ സ്കേറി മൂവീസ് ഇഷ്ടപ്പെടുന്നവർ ശരിക്കും ഇത് കാണണം. കാരണം ആ ഫീലോടെ കാണാൻ പറ്റുന്ന, ഇല്ലെങ്കിൽ കാരണം നമ്മളൊരു വലിയ ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ചിരിയും ബഹളങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ക്രൗഡിനെയൊക്കെ ക്ലച്ച് ചെയ്ത് ആ പടം പിടിച്ച് അതങ്ങനെ കൊണ്ടുവന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു എല്ലാത്തരം പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് പടം ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ എല്ലാ ഓഡിയൻസിനും റിലയബിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് തന്നെയാണ്. ആ രീതി നോക്കുമ്പോൾ തിയേറ്റർ വാശികളാണ്. ഈ ഏറ്റവും തന്നെ സെക്കൻഡ് ഹാഫ് രക്ഷയില്ല. എൻഡിങ് ആണെങ്കിലും കൊണ്ട് നിർത്തിയേക്കുന്ന അടിപൊളിയായിട്ട് തന്നെ ചെയ്തത്. പഠിക്കാനുള്ള എല്ലാം കുറേ എലമെൻസ് ഉണ്ട്. നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്.